ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാനൊരു ഓംലെറ്റ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനൊരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് വേറെ വേറെ ഉണ്ടാക്കി ചെയ്യുന്നതിലും ഒന്നിച്ചൊരു ട്വിസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി 3 മുട്ടയെടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും. ഇപ്പോൾ പച്ചമുളക് ഇടുന്നതിന് പകരം കുരുമുളക് ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് ഉപയോഗിക്കാം. എന്നിട്ട് ഉപ്പും ശകലം മഞ്ഞളും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നന്നായി മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് ഇവിടെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് പച്ചമുളക് തന്നെ എടുത്തത്. പിന്നെ നല്ലപോലെ അടിച്ചെടുത്ത ശേഷം വെക്കുക. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് പാനൊന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കണം. ബ്രെഡ് മാത്രമായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഒന്നുകൂടെ നന്നാവും. ബ്രെഡിൻ്റെ പച്ച ഇതൊക്കെ മാറി ഒന്ന് ടേസ്റ്റായി വരും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 പീസ് ബ്രെഡാണ് ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 സെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം 3 പീസ് ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊതുവേ കുട്ടികൾ ബ്രെഡ് ഓംലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓംലെറ്റ് മാത്രം കഴിച്ച് ബ്രെഡ് കഴിക്കാതൊക്കെ പോവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഈ രാത്രിയിലായാലും നമുക്ക് ഒരു ചെറിയ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. വലിയ വിഷമമില്ല, കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ബ്രെഡ് ചൂടാക്കിയെടുത്തു. ഒരു സെറ്റും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. അപ്പം ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട കൂടുതൽ ആവശ്യമുള്ളവർക്ക്, ഓംലെറ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ കുക്കിങ്ങിൻ്റെ അളവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചാണല്ല വേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ ഈ അടിച്ചു വെച്ച മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് 2 പീസ് ബ്രെഡ് വെക്കാം. അത് പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം എനിക്ക് 2 പീസ് വെക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ 2 പീസ് വെച്ചു. എന്നിട്ട് പിന്നെ സൈഡിൽ നിന്ന് ഏകദേശം ആയി വരുമ്പോൾ സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയ ബ്രെഡിൻ്റെ 2 പീസ് ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഒരു ലെയർ അങ്ങനെ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ. ഇതിപ്പോൾ നേരത്തെ ഓംലെറ്റ് ആയത് കാരണം 3 മുട്ട മതി എന്നുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തത്. എന്നിട്ട് ഈ ഏകദേശം ഇത് വന്നപ്പോൾ ഇങ്ങനെ മടക്കി വന്നപ്പോൾ അവിടെ ഒരു ലെയർ അങ്ങനെ വരും. പിന്നെ ഇതുപോലെ നന്നായി ഒന്ന് അമർത്തി ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 വശവും നല്ലപോലെ മുരിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് വരും. ഇത് വളരെ എളുപ്പത്തിലും കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു സെറ്റും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ 2 സെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് നടുവിലൂടെ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, കാണാനും നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും പെട്ടെന്നൊന്ന് യാത്ര കഴിഞ്ഞ് വരുവാണെങ്കിലോ വീട്ടിൽ സമയം ഇല്ലാണ്ടുണ്ടെങ്കിലോ ഒക്കെ ചെയ്യാം. താങ്ക് യു.